ഫസ്റ്റ് സോങ് ചിപ്പിയുമായിട്ട് ഞങ്ങൾ ബ്രദേഴ്സ് എല്ലാവരും കൂടെയുള്ള സോങ് ആയിരുന്നു. രണ്ടും കൽപ്പിച്ചുള്ള കളി തന്നെയായിരുന്നു അത്. എല്ലാവരും ഈ ലിറിക്സ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് എല്ലാവർക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എക്സ്പീരിയൻസിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് അതിന് പരിചയമില്ലാത്തതിൻ്റെ കുറേ പ്രശ്നങ്ങൾ അന്നുണ്ടായിരുന്നു. പിന്നെ ഷോട്ടൊക്കെ പല പ്രാവശ്യം ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും ഭയങ്കര 2 സോങ് ഞങ്ങൾക്ക് അതിലുണ്ടായിരുന്നു, ഫുൾ സോങ് ആയിട്ട്. ഇതിൽ ഹാസ്യമുണ്ട്. മിമിക്സ് ആക്ഷൻ 500 എന്ന ചിത്രത്തിൽ ഒരു സീൻ രാജൻ പി ദേവിനെ അനുകരിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. അമ്മ KPSC എഴുതുക, കുറച്ച് കാശ് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അടിച്ചു പൊളിക്കുക. അപ്പോൾ അത് അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ കിട്ടില്ല, അച്ഛൻ്റെ ചോദിച്ചാൽ കിട്ടില്ല. അങ്ങനെ ഞാൻ ബാത്റൂമിനകത്ത് കയറിയിട്ട് രാജേട്ടൻ്റെ വോയിസിൽ, അത് ഡബ് ചെയ്തിരിക്കുന്ന രാജേട്ടൻ തന്നെയാണ്. അദ്ദേഹം മനോഹരമായി ചെയ്തു. എക്സ്പ്രഷനൊക്കെ ഏകദേശം ഓക്കെ ആയതുകൊണ്ട് മാച്ചായി. അതെനിക്ക് ആ സിനിമ റിലീസിന് ശേഷം ഒരുപാട് പേരെൻ്റെ അടുത്ത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഗായകൻ അരങ്ങേറ്റമൊന്നുമില്ല, കാരണം ഇത് പഠിച്ചവരാണ് അരങ്ങേറ്റമൊക്കെ നടത്തുക അല്ലേ, ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും ഒക്കെ. പക്ഷെ നമുക്ക് പാട്ട് വളരെ ഇഷ്ടമായിരുന്നു. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇരുന്ന സമയത്ത് ചെറുപ്പത്തിലേ ഇങ്ങനെ പാടിയിരുന്നു. കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ലൈറ്റ് മ്യൂസിക്, മാപ്പിളപ്പാട്ട് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. അതങ്ങനെ വന്നു. സ്റ്റേജ് കലാഭവനിൽ വന്നതിന് ശേഷം മിമിക്രിയിൽ എന്ത് വ്യത്യസ്തത ഉണ്ടാക്കാമെന്ന് ആലോചിച്ച സമയത്ത് സിംഗേഴ്സിനെ അനുകരിക്കാനുള്ളൊരു അങ്ങനെ ഒരു റൂട്ട് കിട്ടി. അത് അനുകരിച്ചു. വലിയ കുഴപ്പമില്ലയെന്ന് പലരും പറഞ്ഞു. പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു. പിന്നെ പാട്ടിനെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ട് പലപ്പോഴും പാടാറുണ്ട്. ഇപ്പോൾ സ്റ്റേജിൽ പിന്നെ അത് ആവശ്യമായിട്ട് വന്നു. ഓർക്കസ്ട്ര ഒരു മെഗാ ഷോ ഒക്കെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഒരു പെർഫോമൻസൊക്കെ ഇൻഡിവിജ്വലായിട്ടുള്ള പെർഫോമൻസിൽ ആളുകൾ അത് എക്സ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതങ്ങനെ വന്നു. പിന്നീട് ഈ അനുകരിച്ച് പാടുന്നത് ഒരു വലിയ ട്രെയിനിങ് ആയിരുന്നു. ലാസ്റ്റ് ലാലേട്ടൻ എന്നെ കോബ്രയ്ക്ക് വേണ്ടി പാടാൻ വിളിച്ചു. എൻ്റെ നെഞ്ചിനുള്ളിൽ കാറ്റിലാടണ കൂടിരിപ്പുണ്ട്, ആ കൂട്ടിനുള്ളിൽ 2 ഇളം കിളിപ്പൈതങ്ങളുണ്ട്, കിളിപ്പൈതങ്ങൾക്കൊരു താലിക്കെട്ടുണ്ട്, തങ്ക താലിക്കെട്ടണ 2 പേരുണ്ട്, ആരാണെന്നീ പറ പപ്പ. പാട്ടിൻ്റെ ക്വാളിറ്റി പോകാൻ പാടില്ല എന്നുള്ള നിർബന്ധം മ്യൂസിക് ഡയറക്ടർ അലക്സ് പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നവാസ് കുഴപ്പമില്ലാതെ പാടും എന്നുള്ള സംഭവത്തിലാണ് ഞാൻ വിളിച്ചത്. പിന്നെ ഇതൊരു മിമിക് ആവാൻ പാടില്ല. ഇതിൽ ലാലു അലക്സിൻ്റെ ശബ്ദം പൂർണ്ണമായിട്ട് വരിക എന്നുള്ളതല്ല. പിന്നെ അല്ലെങ്കിൽ മമ്മൂക്കയെ വേണ്ടി നമ്മൾ അനുകരിച്ച് പാടേണ്ട ആ ഫീല് നമുക്ക് കിട്ടിയാൽ മതി. പക്ഷേ പാട്ടിൻ്റെ ക്വാളിറ്റി പോകാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം എനിക്ക് അതിനുവേണ്ടി ഒരാഴ്ച സമയം തന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്ത് അവിടെ ചെന്നു. അപ്പോൾ എനിക്ക് ടെൻഷൻ, അതെനിക്ക് വരണം, വലിയൊരു പ്രോജക്റ്റാണ്, ഇതിനകത്ത് വരണം എന്നൊരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാരണം മോഹിപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ വല്ലാത്തൊരു ഇതാണ്. പിന്നെ പാട്ടിനോട് നമുക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു. അദ്ദേഹം ഫസ്റ്റ് ടേക്കിൽ തന്നെ ഓക്കെ പറഞ്ഞു. അതങ്ങനെ വന്നു. അത് വിഷ്വൽ കാണുമ്പോൾ എന്താ പറയുക, എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എനിക്കും ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ശബ്ദമാണ് ഇങ്ങനെ എന്നുള്ളൊരു. എന്തായാലും എനിക്ക് ഭയങ്കര പേടി, എനിക്കത് ഓർക്കുന്നുണ്ട്, ഭയങ്കര പേടിയുണ്ടായിരുന്നു. ആവേശമാണോ ജയൻ സാറിൻ്റെ ആവേശമാണോ എന്നൊരു സംശയമുണ്ട്. കാരണം അത് ടിക്കറ്റ്സ് കിട്ടാതെ ഞങ്ങൾ കുറേ പേര്, കസിൻസ് ഒരുപാട് പേരുണ്ടായിരുന്നു. ഞങ്ങൾ ചെറിയ തിയേറ്ററാണ്, വടക്കാഞ്ചേരി ഓട്ടുപാറ താളം തിയേറ്റർ. അതിനകത്ത് കയറിയിട്ട് ടിക്കറ്റ് ഇല്ല. പക്ഷേ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാറേ എങ്ങനെയും തരണം ചേട്ടാ, ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത്രയും ആവേശമായിരുന്നു സിനിമ കാണാനുള്ള ആവേശം, കാണാൻ ഭയങ്കര ആവേശമായിരുന്നു. അങ്ങനെ കയറി തിയേറ്ററിനകത്ത് കയറി ഞങ്ങൾ ഇപ്പോഴും ഓർമ്മയുണ്ട്, സ്ക്രീനിൻ്റെ സൈഡിൽ ഞങ്ങൾ കുറേ പേര് നിൽക്കുന്നു. അവിടെ പുലിയൊക്കെ പിടിച്ചുകൊണ്ട് ജയൻ സാറിങ്ങനെ നിൽക്കുന്ന സംഭവങ്ങളൊക്കെ. പിന്നെ ഈ ഇരുന്ന് കാണാൻ പറ്റാത്തതിൻ്റെ ടെൻഷൻ, ആളുകളുടെ തള്ളു, അത് ഭയങ്കര ഒരു പേടിയുണ്ടാക്കിയിട്ടുള്ള ഒരു സിറ്റുവേഷനായിരുന്നു. നമ്മൾ എത്ര കഴിവുള്ളവരാണെങ്കിലും നമ്മുടെ പ്രൊഫഷനാണ് ഇത്, നമ്മളിതിനകത്ത് സാമ്പത്തികമായിട്ടൊക്കെ പ്രതീക്ഷിക്കുന്നതൊക്കെ ഇതെല്ലാം ഉണ്ടെങ്കിലും കലാകാരൻ ആഗ്രഹിക്കുന്നത്, ഒരു കലാകാരി ആഗ്രഹിക്കുന്നത് ഞാൻ പെർഫോം ചെയ്യുന്നത് മറ്റുള്ളവർ കാണണം, അവർ ഇഷ്ടപ്പെടണം, അവർ അംഗീകരിക്കണം, അവർ പ്രോത്സാഹിപ്പിക്കണം, അവർ അനുഗ്രഹിക്കണം. ഇങ്ങനെ കുറേ ഘടകങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ചെയ്യുന്നത് പ്രേക്ഷകന് വേണ്ടിയിട്ടാണ്. ആ പ്രേക്ഷകനോട് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല. അവർ തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹം, പ്രോത്സാഹനമൊക്കെ ഒട്ടും കുറയാതെ തരിക, ആ ഒരു പ്രാർത്ഥന മാത്രമേ.